അയ്യപ്പനെ തൊഴാൻ മൈലുകൾ താണ്ടി സ്വാമിമാർക്കൊപ്പം ഒരു നായയും. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും കാൽനടയായി ശബരിമലയ്ക്ക് പുറപ്പെട്ട കോഴിക്കോട് ബേപ്പൂർ സ്വദേശി നവീനൊപ്പമാണ് മംഗലാപുരത്ത് വെച്ച് നായ കൂടെ കൂടിയത്. നായയെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് നവീന്റെ തീരുമാനം. ഒരുമിച്ച് നടന്നും ഉറങ്ങിയും ഭക്ഷണം കഴിച്ചും നായയും സ്വാമിമാർക്കൊപ്പമുണ്ട്. പല പ്രാവശ്യം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നായ പിന്മാറിയില്ല. പച്ചവെള്ളവും ബിസ്ക്കറ്റും മാത്രമാണ് ഭക്ഷണം. മത്സ്യമാംസാദികൾ എവിടെ കണ്ടാലും തിരിഞ്ഞു നോക്കില്ലെന്ന് സ്വാമിമാർ പറയുന്നു. കീഴില്ലം മഹാദേവ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾ നായയ്ക്ക് സ്വീകരണം നൽകി. തുടർന്ന് മാളു എന്ന പേരും നൽകി. കോഴിക്കോട് പാറപ്പുറം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, മൂവാറ്റുപുഴ വെള്ളൂർകോണം മഹാശിവക്ഷേത്രം, കൂടൽമാണിക്യം ശിവക്ഷേത്രം, കാരടി ശ്രീകൃഷ്ണ ക്ഷേത്രം, കാഞ്ഞിരപ്പള്ളി ഗണപതിയാർകോവിൽ എന്നിവിടങ്ങളിൽ നിന്നും സ്വീകരണം നൽകി. 22 വർഷമായി ശബരിമലയ്ക്ക് വരുന്ന നവീൻ സ്വാമി കഴിഞ്ഞ 5 വർഷമായി കാൽനടയായാണ് വരുന്നത്. ഇത് തന്റെ ജീവിതത്തിലെ തന്നെ ആദ്യ അനുഭവമാണെന്നും അദ്ദേഹം പറയുന്നു. എരുമേലി വരെ വിടുകയുള്ളൂ, അതിനുശേഷം വിടൂലെന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ നടന്ന സ്ഥിതിക്ക് ആ നായനെ സന്നിധാനത്ത് എങ്കിലും ദേവസ്വം അധികാരികൾ എത്തിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അതിരാവിലെ സ്വാമിമാരെ വിളിച്ചുണർത്തുന്നതും ഇരുമുടിക്കെട്ടും വസ്ത്രങ്ങളും സൂക്ഷിക്കുന്നതും മാളു തന്നെയാണ്. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് നായയെ കടത്തിവിടുമോ എന്ന ആശങ്കയിലാണ് സ്വാമിമാർ. യാത്രക്കിടയിൽ കാണുന്ന തോടുകളിലും അരുവികളിലും മാളു തനിയെ ഇറങ്ങി കുളിക്കും. അയ്യപ്പ ദർശനത്തിന് ശേഷം മാളുവിനെയും നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് സ്വാമിമാരുടെ തീരുമാനം. ജനം, കോട്ടയം.